നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് LDF ഭരണം പിടിക്കാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ല. അത് തെളിയിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറത്തുവരുന്നത്. ജില്ലയിലെ പബ്ലിക് റിലേഷൻ വകുപ്പാണ് ചട്ടലംഘനം നടത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും കൈക്കലാക്കി സ്വന്തം പാർട്ടി പ്രചാരണത്തിന് മാധ്യമങ്ങൾക്ക് പണം നൽകിയവരാണ് CPMകാർ. എല്ലാ ദിനപത്രങ്ങളിലും വലിയ ഫ്ലക്സുകളിലും LDF മുദ്രാവാക്യങ്ങളും പൊള്ള വാഗ്ദാനങ്ങളും പടച്ചുവിട്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് പിണറായി സർക്കാർ. PRD വഴിയും LDFന്റെ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ജില്ലയിലെ പബ്ലിക് റിലേഷൻ വകുപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയതാണ് ഇപ്പോൾ വിവാദം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ച് LDF സ്ഥാനാർത്ഥിക്കായി ഔദ്യോഗിക വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നിഷ്പക്ഷമായി നടക്കേണ്ട തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സർക്കാർ സംവിധാനത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചിരിക്കുകയാണ് CPM. ഈ ഗുരുതര കണ്ടെത്തലിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക നടപടി. അഴീക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KV സുമേഷ് നൽകിയ പരാതി PRD ഔദ്യോഗിക വാർത്താക്കുറിപ്പായി മാധ്യമങ്ങൾക്ക് നൽകിയതാണ് വിവാദമായത്. സ്ഥാനാർത്ഥിക്കെതിരെ നടക്കുന്ന വ്യക്തിഹത്യാ ശ്രമങ്ങളെക്കുറിച്ചുള്ള പരാതി സർക്കാർ വകുപ്പ് വഴി പ്രചരിപ്പിച്ചത് ചട്ടലംഘനമാണെന്ന് UDF ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് PRDയെ നിയന്ത്രിക്കുന്നതെന്ന ആരോപണവും ജില്ലയിൽ ശക്തമാണ്. വോട്ടെടുപ്പ് അടുത്തിരിക്കെ നടന്ന ഈ നടപടി ഭരണപക്ഷത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും UDF ജില്ലാ കൺവീനറുമായ കരീം ചേലേരിയാണ് അഴീക്കോട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി. തളിപ്പറമ്പ് CH സെന്റർ ജനറൽ സെക്രട്ടറിയാണ് കരീം ചേലേരി. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറാണ് NDA സ്ഥാനാർത്ഥി. നേരത്തെ മന്ത്രി വീണ ജോർജിനെതിരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായപ്പോഴും ഇതിന് സമാനമായി PRD വഴി മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്താവന നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കണ്ണൂർ സ്വദേശിയായ ഉദ്യോഗസ്ഥനാണ് കേരളത്തിലെ 14 ജില്ലകളിലെയും ഇൻഫോർമേഷൻ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ കളക്ടർമാരെയും തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി സ്ഥലം മാറ്റിയപ്പോൾ കണ്ണൂർ കളക്ടർ അരുൺ K വിജയനെ മാത്രം സ്ഥലം മാറ്റാത്തതിലും ആരോപണം ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷത ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് ആയുധമാകുന്നുവെന്ന ഗൗരവകരമായ സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ PRDയെ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെ ഈ നടപടി സർക്കാരിന് കനത്ത തിരിച്ചടി തന്നെയാണ്. മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാനും വികസന നേട്ടങ്ങളെ മഹത്വവൽക്കരിക്കാനും സർക്കാർ സംവിധാനങ്ങളെ തെരഞ്ഞെടുപ്പ് വേളയിൽ ആയുധമാക്കുന്നത് ജനം തിരിച്ചറിയുന്നുണ്ട്. ജയിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റിയാലും CPMന് തിരിച്ചടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്.